ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഫാക്സ് മീഡിയ മലയാളം. അപ്പം നമ്മുടെ വണ്ടിയുടെ വീഡിയോ കുറച്ച് ഡിലേ ആകുന്നുണ്ട്. ഡിലേ ആകുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ നമുക്ക് കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ കറണ്ട് എല്ലാം പോയി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല, നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഫോണും കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഷൂട്ടിങ് താമസിച്ചത്. അപ്പം ഇപ്പം ഈ വണ്ടിയുടെ നമ്മുടെ എന്താ പറയുക, പുട്ടി വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഫുൾ പുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വണ്ടി പ്രൈമർ അടിച്ച് നമ്മൾ പെയിൻറ്റും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഏകദേശം പെയിൻറ്റിങ് വർക്ക് എല്ലാം ഫുൾ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഞാനതൊരു വിൻഡോ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ ഗ്ലാസ് നമുക്ക് ഫോൾഡബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒപ്പം ഈ ഒരു സോഫ്റ്റ് ടോപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അതിപ്പോൾ എടുക്കും. അപ്പം ഈ സോഫ്റ്റ് ടോപ്പിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കിത് പോർട്ടബിൾ ചെയ്തത് നമുക്ക് മടക്കി വെക്കാം. കൺവേർട്ടബിൾ ആണ് ഈ സാധനം. പണ്ടത്തെ വില്ലീസിലൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കുത്തി ചാരി വെച്ചിട്ടൊക്കെ ഉള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൾഡബിൾ ചെയ്ത് നമ്മുടെ വണ്ടീൻ്റെ ബേക്കിലോട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടി ഇപ്പം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം വണ്ടിയുടെ ഹൈറ്റിനും വിഡ്ത്തിനും ലെങ്തിനൊക്കെ അനുസരിച്ചുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഫുൾ കാൽക്കുലേഷൻ ചെയ്തേക്കുന്നത്. അപ്പം ഇനി ഈ സോഫ്റ്റ് ടോപ്പ് നമുക്ക് കുറച്ച് ക്ലാമ്പുകൾ സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ലോക്കുകളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം അത് നമുക്കിപ്പോൾ ചെയ്യാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ വണ്ടിയുടെ റൂഫ് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. റൂഫ് സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ടബിളാണ്. അതായത് നമ്മുടെ വണ്ടീൻ്റെ ബേക്കിലോട്ട് നമുക്ക് റൂഫ് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റപ്പ് ആക്കുന്നത്. ഇതിപ്പം മുന്നോട്ട് ഫോൾഡബിൾ ചെയ്യാൻ പറ്റും. നമുക്കിനി ആ റൂഫ് ഫോൾഡബിൾ ചെയ്യുന്നതിൻ്റെ സംഭവത്തിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റൂഫ് ടോപ്പിൻ്റെ പണിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ. അപ്പം നമ്മളിവിടെ ഒരു അരയുടെ സ്ക്വയർ പേപ്പർ നമ്മൾ ആർച്ചൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഷേപ്പ് മാറ്റി, ആർച്ചുണ്ട് എന്നാലും ചെറിയൊരു ഷേപ്പ് മാറ്റി നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സ്റ്റോപ്പർ ബാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കിടക്കുന്ന ഫ്രെയിം നമ്മുടെ ഇങ്ങോട്ടേക്ക് ചേർന്ന് വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഹോളിൽ കയറ്റിയിട്ട് നമ്മളത് ലോക്കാക്കിയിടും. അതിനായിട്ടാണ് ഈ ഒരു സ്റ്റോപ്പർ ബാർ. ഒപ്പം തന്നെ നമ്മൾ ആദ്യം കാണിച്ച ബാർ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം അപ്പറേ നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേക്ക് ഭാഗത്ത് വരുന്ന മുകളിലത്തെ ഫ്രെയിം. ഇതാണ് ബേക്ക് ഭാഗത്ത് വരുന്നത്. ഇത് നമ്മുടെ മിഡ് ഏരിയയിലേക്ക് വരുന്നതാണ്. പിന്നെ നമ്മുടെ ജീപ്പ് തൈ കിടക്കുന്നു, അതിൻ്റെ വിൻഡോ ഗ്ലാസിൻ്റെ അവിടെ ബാക്കി ഫ്രണ്ട് ഏരിയ വരും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ ബേക്കിൽ എന്താ പറയുക, ഈ റൂഫ് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അപ്പോൾ നമുക്കിനി ഇത് റൂഫ് നമുക്ക് വണ്ടിയിലേക്ക് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്ക്വയർ പറ്റി ഇത് നമ്മുടെ വണ്ടിയുടെ ബോഡിയായിട്ട് നമ്മൾ ബോൾട്ട് ചെയ്ത് നിർത്തും. അതിനുശേഷം മേലേക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു ബെൻഡൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ആർച്ച് വഴി നേരെ താഴേക്ക് നമ്മൾ അതേ അപ്പുറത്തെ സൈഡ് നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇവിടുന്ന് നമ്മളൊരു ക്ലാമ്പ് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ബോൾട്ട് ഇട്ടിട്ട് ഒരു പൈപ്പ് നമ്മൾ മേലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു മടക്കുന്നൊരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഈ മൂവ്മെൻറ്റ് മടക്കി വരുമ്പം ഈ ഒരു ആംഗിളിൽ വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റോപ്പിംഗ് ബാർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ടിലേക്ക് ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ കയറിയിരുന്നാൽ അതവിടെ ടൈറ്റായിട്ടിരുന്നോളും. അവിടെ നമുക്ക് നട്ട് ഇട്ട് കൊടുത്താൽ അവിടെ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിയിലും അതേപോലെ തന്നെ സാധനം. ഇത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ആയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഹോളൊക്കെ ഇട്ടുള്ള ഒരു ചെറിയൊരു പീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസിലേക്കാണ് നമ്മുടെ ഫ്രെയിം ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഇവിടെയായിട്ട് നമ്മളൊരു 13 നട്ടിടുന്നൊരു ബോൾട്ട് നമ്മളിവിടെ കയറ്റിയിട്ടുണ്ട്. അത് കുറച്ച് ഫ്രീ മോഷനിലാണ് കേട്ടോ, ഫ്രീ മോഷനിൽ കറങ്ങുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പൈപ്പിൻ്റെ ഫ്രെയിം നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്കത് ബോൾട്ട് ചെയ്ത് നിർത്താം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ബോൾട്ട് ചെയ്ത് നമ്മൾ ആ ബാർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ നട്ടിട്ട് കൊടുക്കാം. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നട്ട് കൊടുത്ത് കൊടുക്കുന്നത് നമുക്ക് പിന്നെ ടൈറ്റ് ആക്കാം. നമുക്കിനി അപ്പുറത്തെ സെക്ഷനിൽ നമുക്ക് അതുപോലെ കൊടുക്കണം.
അപ്പം നമ്മൾ ആ ഫ്രെയിം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിം ഇങ്ങനെ ഒരു മോഷനിൽ ഫ്രെയിം ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഷൻ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബേക്ക് ഏരിയ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ നിന്നൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. അടിയിൽ നിന്ന് ഇവിടെ നിന്നൊരു പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഇവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പായി നിൽക്കും. അപ്പോൾ നമ്മുടെ ബേക്കിലെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്കൊരു ചായവും കൂടി വേണം. നമ്മൾ ആദ്യം കാണിച്ച അവിടെ കിടക്കുന്ന ആ പൈപ്പ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. പൈപ്പ് ഇങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ പൈപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പ് നമുക്കിതാ ഈ കാണുന്ന ക്ലാമ്പിലേക്കാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത്. ഈ കാണുന്ന പൈപ്പ് ഇതാ നമുക്ക് ഈ കാണുന്ന ക്ലാമ്പിലേക്കാണ് ഇറക്കി വെക്കേണ്ടത്. നമുക്ക് കറക്റ്റായിട്ട് അത് സീറ്റിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ലാമ്പ് നമ്മൾ മേലോട്ടുള്ള പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നട്ടിട്ട് മുറുകാം. നട്ടിടുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാഷറും കൂടി ഇട്ടിട്ട് ഞട്ടും കൂടി ഇടാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അപ്പുറം അതുപോലെ നമുക്ക് ചെയ്യാം. നമ്മുടെ ബാർ നമുക്ക് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാർ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമുക്ക് സ്റ്റോപ്പിംഗ് ബാർ, അപ്പോൾ ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണ്ട. അപ്പോൾ ആ സ്റ്റോപ്പിംഗ് ബാർ നമുക്കിതാ ഇവിടെ എത്തിയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരാനുണ്ട്. കണ്ടോ, കറക്റ്റ് ആ ഹോളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ, നമ്മുടെ റൂഫിൻ്റെ പണി കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ ആ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ ആ മുകളിലത്തെ ഷീറ്റും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് പെർഫെക്റ്റായിട്ട് ഇരുന്നുള്ളൂ. നമുക്ക് ഇതുപോലെ അപ്പുറത്തെ ഒരു സ്റ്റാൻഡും കൂടി കൊടുക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിതാ ഇവിടെ നമ്മളത് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇത് നമ്മൾ നമ്മുടെ ഇവിടെയും കണക്ട് ചെയ്തു. ശേഷം നമുക്കിതാ ഇവിടെ നട്ടിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെ ഊരി പോകുന്നില്ല. അപ്പോൾ നമുക്കിതാ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂഫിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂഫിൻ്റെ വർക്ക്. നമ്മൾ നമ്മുടെ വണ്ടിയുടെ റൂഫ് ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത്, അതായത് മടക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ആകെ 4 നട്ട് മാത്രമേ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് ഈ സ്റ്റോപ്പിംഗ് ബാറിൻ്റെ, ഒന്ന് അപ്പുറത്തെ സ്റ്റോപ്പിംഗ് ബാറിൻ്റെ, പിന്നെ ഈ സ്റ്റോപ്പിംഗ് ബാറിൻ്റെ, പിന്നെ അതിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പിംഗ് ബാറിൻ്റെ. അപ്പോൾ മൊത്തം 4 ബാറിൻ്റെ നട്ട് മാത്രം നമ്മൾ ഊരിയാൽ മാത്രം മതി. ബോൾട്ട് അതിനകത്ത് ഇൻറ്റേർണലി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നട്ട് മാത്രം നമ്മൾ ഊരിയാൽ മതി. ബോൾട്ട് ചാടിപ്പോകുന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. അപ്പം ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു സ്റ്റോപ്പിംഗ് ബാർ ഇത് നമ്മൾ നേരെ താഴേക്ക് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നേരെ താഴേക്ക് ഇടുക. ശേഷം ഈ റൂഫിനെ നമ്മളിതാ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പം പകുതി പോർഷൻ ഫോൾഡായി. അപ്പം അതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ഇത് നമ്മളിതാ മുന്നോട്ട് നമ്മൾ മടക്കി വെക്കുക. മുന്നോട്ട് മടക്കി വെച്ചു. അതുപോലെ തന്നെ ഈ ബേക്കിലത്തെ ഇവരെയും നമ്മൾ മുന്നോട്ട് മടക്കി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ റൂഫ് ഇതാ നല്ല രീതിയിൽ ബെൻഡ് ആകുന്നുണ്ട്. കണ്ടോ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ കണ്ടോ ഫോൾഡബിളായി. അത് നമുക്കിനി ഈ പൈപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒതുക്കി വെക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ടൈ കൊടുത്താൽ മാത്രം മതി. അപ്പുറത്തും ടൈ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ റൂഫ് ഫോൾഡബിളായി. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റൂഫ് ഡിസ്മാൻഡിൽ ചെയ്യാനും പറ്റും. 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റൂഫ് കെട്ടാനും പറ്റും. എൻ്റെ അമ്മ ആരും കുറ്റം പറയുന്നു. അപ്പം നമ്മുടെ വിൻഡോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിൻഡോയും ഫോൾഡബിൾ ആട്ടോ. വിൻഡോൻ്റെ ഇവിടുത്തെ നട്ട് അവിടുത്തെ നട്ട് അപ്പുറത്തെ സൈഡിൽ നട്ടും കൂടി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോൾട്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ ഫോൾഡ് അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഈ നട്ട് ബോൾട്ട് നമ്മൾ ഊരുക.
ഇതും ജസ്റ്റ് വലിയ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നട്ട് നമ്മൾ അടിയിൽ വെൽഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോൾട്ട് മാത്രം ജസ്റ്റ് കറക്കി കൊടുത്താൽ മതി. നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് കളറടിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ദിവസത്തിനുള്ളിൽ കളറടിക്കും. ഇന്നും കൊണ്ട് ബാക്കി പണിയെല്ലാം തീർക്കും. അപ്പോൾ ഇതാ ബോൾട്ട് വെച്ചു. അപ്പോൾ ഇപ്പം നമ്മുടെ വിൻഡോ ഫ്രീ ആയി. ഇനി നമുക്ക് ഈ വിൻഡോ എങ്ങനെ മടക്കി വെച്ചാൽ എന്താ ജസ്റ്റ് ഇതാ മുന്നോട്ടായി, ഇത്രയും. അപ്പോൾ നമ്മൾ ബോണറ്റിൽ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പർ റബ്ബർ ബുഷ് കൊടുക്കും. അതും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ലെവലാവും. പിന്നെ ബോണറ്റിന് പെയിൻ്റൊന്നും പോകില്ല. കണ്ടോ ഇപ്പം നമുക്ക് പക്ക ഒരു ഓപ്പൺ ജീപ്പ് പോലെയായി, ഓപ്പൺ വില്ലീസ് ജീപ്പ് പോലെ തന്നെ ആയിട്ടുണ്ട്. എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അങ്ങനെ എഴുതി അറിയിക്കുമ്പം അതിന് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂഫിങ്ങിൻ്റെ വീഡിയോ. അപ്പം വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നിങ്ങൾ കണ്ടു കാണും, അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഒക്കെ ഇനിയും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ വണ്ടിയുടെ പണി ഡിലേ ആവുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പണി നമുക്കിവിടെ കറണ്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഡിലേ ആവുന്നത്. പിന്നെ എൻജിൻ സെക്ഷനിൽ നമുക്ക് കുറച്ച് പണി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ടൈം പോയേക്കുന്നത്. അത് നമുക്കറിയാം, ഒരു വണ്ടിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ ആ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് കൊടുക്കണം. നമ്മൾ എത്ര ബോഡി കെട്ടിയാലും വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമായിരിക്കും. അപ്പോൾ നമ്മൾ എഞ്ചിൻ എത്ര വില കൊടുത്ത് നമ്മളത് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ അതാണ് ചിന്നുവേ. എൻ്റെ വീഡിയോൻ്റെ എപ്പോൾ നോക്കിയാലും ചിന്നു എൻ്റെ ഫ്രെയിമിൽ കൂടെ കടന്നു പോകും കേട്ടോ. അത് നല്ല സ്നേഹമുള്ള പൂച്ചയാണ്. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വണ്ടിയുടെ വീഡിയോ. അപ്പം ഇനി നമ്മുടെ വണ്ടിയുടെ കളർ അടിക്കുന്ന വീഡിയോ വരുന്നുണ്ട്. കളർ വെറുതെ ബ്രഷ് വാരി തേക്കുമല്ല, നമ്മൾ എയർ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ അടിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്കിനി പെട്ടെന്ന് തന്നെ പോവാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.